യേശു കർത്താവിൻ്റെ സോൾ, ദ സോൾ ഓഫ് ജീസസ് എന്താണ്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പിതാവിൻ്റെ പെർമിഷനാൽ പോകേണ്ടി വന്നു. അവിടെ സാത്താനും അവൻ്റെ എല്ലാ ദുരാത്മാക്കളും യേശുവിനെ പീഡിപ്പിച്ചു, ടോർമെൻ്റ് ചെയ്തു. അതായത് യേശുവിൻ്റെ ആത്മാവിനെ പിശാച് പാതാളങ്ങളിൽ കൊണ്ടുപോയി അനേക ദൂതന്മാർ, ഫോളൻ ഏഞ്ചൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് 1-2 വചനങ്ങളിലൂടെ അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഒന്ന് മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. വീണ്ടും ലൂക്കാ സുവിശേഷം ഇതേ സംഭവം തന്നെ ലൂക്ക എഴുതിയിരിക്കുന്നത്. ലൂക്ക അതിൻ്റെ 12-ന്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചിട്ടാണ് ഇവിടെ യേശു കർത്താവ് ഇവിടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ പ്രബോധനമാണ്. യേശു പറയുന്നത് എന്താ? ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാണ് ആര്? പിശാച്. അവന് വേറൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആത്മാവിന് അവനെ തൊട്ടാൻ പോലും കഴിയില്ല എന്ന് യേശുവാണ് പഠിപ്പിക്കുന്നത്. ഇത് സാധാ മനുഷ്യരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഒരുവനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് യേശു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ്, ശരീരത്തെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതിൽ കഴിഞ്ഞ് മറ്റു ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാണ് പിശാച്. അവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. പകരം നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് അതിൻ്റെ 5-ാം വാക്യം നമ്മളോട് പറയുകയാണ്. നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. യേശു കൃത്യമായിട്ട് പറയുക, കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അപ്പൊ ആത്മാവിനെ നരകത്തിൽ കൊണ്ടുവന്ന് തള്ളാനും അവിടെ പീഡിപ്പിക്കാനും ഒക്കെയുള്ള അധികാരം ക്രിസ്തുവിന്, ദൈവത്തിന് മാത്രമാണെന്ന് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഇതാ യേശുവിൻ്റെ ആത്മാവിനെ ഇതാ നരകത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, പാതാളത്തിൽ കൊണ്ടുപോയി പിശാചും അവൻ്റെ സകല ദൂതന്മാരോട് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം വചനവിരുദ്ധമാണെന്ന് ഇദ്ദേഹം 4 ഫൗണ്ടേഷൻസ് പറഞ്ഞു. അപ്പസ്തോലന്മാരോ യേശു കർത്താവ് പഠിപ്പിച്ചതിന് വിരുദ്ധമായി, കൃത്യമായി ഇത് യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായി എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. അടുത്തത് ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 7 മുതൽ 10 വരെ വാക്യങ്ങൾ. നമുക്ക് പരിചിതമായൊരു വചനമാണ്. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. യേശുവിൻ്റെ താഴ്ചയുടെ, അല്ലെങ്കിൽ അവൻ മരണത്തിന് കീഴ്പ്പെടാൻ വേണ്ടി മരണം വരെ, അതേ കുരിശുമരണം വരെ അവൻ തന്നെ താഴ്ത്തി എന്നാണ് പറയുന്നത്. ഇപ്പം മരണത്തിന് ശേഷം അവൻ തന്നെ താഴ്ത്തി വീണ്ടും പിശാചിന് അടിമപ്പെട്ട് താഴെ പോയി പിശാചിൻ്റെ പീഡകൾ ഏൽക്കുകയാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. സുവിശേഷം അറിയാവുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ദൈവവചനം ശ്രവിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയമുള്ള എൻ്റെ കേൾവിക്കാരെ, ആ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളുടെ മുമ്പിൽ പറയുകയാണ്, ദൈവം തന്നെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ക്രൂശുമരണത്തിന് ശേഷം സകല നാമങ്ങൾക്കും ഉപരിയായ നാമത്തിന് യേശു അർഹനാണ്. അതല്ലാതെ ക്രൂശുമരണം കഴിഞ്ഞപ്പോൾ വീണ്ടും താഴെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല. വീണ്ടും അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ക്രൂശുമരണം കൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് അവിടെ പറയുക, യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങണം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചിങ്ങിൻ്റെ അവസാനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്നറിയാമോ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ അധോഭാഗങ്ങളുടെയും കംപ്ലീറ്റ് അതോറിറ്റി യേശുവിന് ലഭിക്കണമെങ്കിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ചും യേശു കർത്താവ് പീഡിപ്പിക്കപ്പെടണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 3 സ്ഥലത്തും യേശു പീഡിപ്പിക്കപ്പെടണം. നിങ്ങൾ ഈ ഫിലിപ്പി ലേഖനം 7:2 10-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത്, അതായത് യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രൂശുമരണം വരെ അനുസരണയുള്ളവനായി അവൻ്റെ നാമത്തെ ഉയർത്തി. ഇത് ആ ക്രൂശുമരണം എന്നുള്ളതാണ് ഇത് എന്ന് സൂചിപ്പിച്ചിട്ട് താഴോട്ട് പറയുക, യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങേണ്ടതിന്. അതായത് ക്രൂശ് കൊണ്ട് സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലുമുള്ള സകല മുട്ടുകളും മടങ്ങി എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക. അപ്പം ഇദ്ദേഹം പഠിപ്പിക്കുക, ഭൂമിയുടെ അധോഭാഗത്തിൽ പോയി പീഡകളേറ്റാൽ മാത്രമേ ഈ അധോഭാഗത്തിൻ്റെ അധികാരം യേശുവിന് ലഭിക്കത്തുള്ളൂ.
കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ കണക്ക് വെച്ചിട്ട് ഒരു കളി കളിക്കുക. 3 സ്ഥലം, സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, ഭൂമിയുടെ അധോഭാഗമുണ്ട്. ഈ 3 സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടണം. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, സ്വർഗത്തിൽ വെച്ച് അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം നമുക്കവിടെ കിടക്കുക. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നത് ഭൂമിയുടെ അധോഭാഗത്തിൽ പീഡ ഏൽക്കണമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൾസ് ടീച്ചിങ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ 3 സ്ഥലത്തെ തിരിച്ചെടുത്ത് വെച്ചിട്ട് നോക്കുക. അതിനുവേണ്ടി ഒരു പരീക്ഷണം നടത്തുക. പക്ഷേ വചനം വ്യക്തമായി ഇദ്ദേഹം ഇട്ട ഫൗണ്ടേഷൻ തന്നെ ഇദ്ദേഹത്തിനെതിരായി തിരിഞ്ഞുകുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വചനം വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങേണ്ടതിനാണ് യേശു കാൽവരിയിൽ ക്രൂശിതനായതെന്ന് കൃത്യമായി അപ്പസ്തോലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ പൗലോസ് പഠിപ്പിച്ചതിൽ നിന്ന് വിരുദ്ധമായി, അപ്പസ്തോലന്മാർ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി ഇദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പാഷണ്ഡത, അത് ഫോൾസ് ടീച്ചിങ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഫാളൻ ഏഞ്ചൽസ് ആണെന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത്തരം പഠിപ്പിക്കൽ ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? വളരെ നല്ല മനസ്സോടെ തള്ളിക്കളയാൻ വിശ്വാസികൾ ശക്തിയുള്ളവരാകണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പോകുന്നത് ഫോൾസ് ടീച്ചിങ്ങിൻ്റെ പിന്നാലെയാണ്. നിങ്ങളുടെ ലൈഫെ നശിപ്പിക്കുന്ന ഒരു അപകടകരമായൊരു മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ഏറ്റവും സങ്കടം, കമൻറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞിരിക്കുക, ട്രിനിറ്റിയെക്കുറിച്ച് ബ്രദർ ഒരു ക്ലാസ് എടുക്കണം. ഞാൻ ആലോചിച്ചു, കർത്താവേ, ട്രിനിറ്റിയെക്കുറിച്ച് ഇനി ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് എന്തായിരിക്കും? ഇത്രയും കാര്യം യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി ട്രിനിറ്റിയെക്കുറിച്ച് കൂടി ക്ലാസ് എടുക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ് പാവം വിശ്വാസികളുടെ ഒരു അവസ്ഥയെ. മത്തായി സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 50 മുതൽ 53 വരെ വാക്യങ്ങൾ സുവിശേഷത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അപ്പസ്തോലനായ മത്തായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ കാൽവരി ക്രൂശിൽ അവൻ്റെ മരണത്തിൻ്റെ നിമിഷത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ജീവൻ വെടിഞ്ഞ ഓൺ ദ സെക്കൻഡ് അപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2ആയി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർക്കപ്പെട്ടു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ, വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഉയർപ്പിക്കപ്പെട്ടു, അവർ സ്വതന്ത്രരാക്കപ്പെട്ടു, അവിടെ ഭൂമി കുലുക്കം ഉണ്ടാകുന്നു, ദേവാലയത്തിന്റെ തിരശ്ശീല 2ആയി കീറുന്നു. ഇത്രയും കാര്യങ്ങൾ യേശുവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണത്തിന്റെ ഓൺ ദ സെക്കൻഡിൽ സംഭവിച്ചു എന്ന് അപ്പസ്തോലൻ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുക. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഓ അങ്ങനെയല്ല, കാൽവരി ക്രൂശിന് ശേഷം യേശു പാതാളത്തിൽ പോയി, അവിടെ പാതാളത്തിൽ പിശാച് യേശുവിനെ പിന്നെയും പീഡിപ്പിച്ചതിന് ശേഷം പിന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെയാണ് താക്കോല് കിട്ടിയത്, 3 സ്ഥലത്തിൻ്റെ താക്കോല് യേശു വാങ്ങിയത്. ഓ, എത്ര സങ്കടകരമായ പഠിപ്പിക്കലാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം വചനം അപ്പസ്തോലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഓൺ ദാറ്റ് സെക്കൻഡ്. അത് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ആ ജീവൻ വെടിഞ്ഞ അതേ സെക്കൻഡിൽ, വീണ്ടും യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എവറിത്തിങ് ഈസ് കംപ്ലീറ്റഡ്. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സകലതും പൂർത്തിയായി. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആത്മാവിനെ എവിടെ സമർപ്പിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദൈവപിതാവിന് ആത്മാവിനെ സമർപ്പിച്ചു. പക്ഷെ ഇവൻ പറയുന്നത്, ഓ അല്ല, ആ ആത്മാവിനെ ആര് കൊണ്ടുപോയി? പിശാച് കൊണ്ടുപോയി, പിന്നെ പീഡിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ദൈവവചനത്തിന് എതിരായി ഇദ്ദേഹം തന്നെ 4 ഫൗണ്ടേഷൻ ഇട്ട് ആ ഫൗണ്ടേഷനെ കാറ്റിൽ പറത്തുന്ന തരത്തിൽ ഇദ്ദേഹം തന്നെ വീണ്ടും താഴോട്ട് പഠിപ്പിക്കുക. വീണ്ടും നമ്മൾ വായിക്കുകയാണ്, അപ്പസ്തോലനായ പൗലോസ് 1 കൊരിന്തോസ് അതിൻ്റെ 15-ാം അധ്യായം 54-56 വരെ വാക്യങ്ങൾ, 54 to 56 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ നശ്വരമായത് അനശ്വരതയെയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ മരണമേ നിന്റെ വിജയം എവിടെ എന്ന് ചോദിക്കുക അപ്പസ്തോലൻ. കാരണം ആ മരിച്ചിട്ട് പോലും യേശുവിനെ കാൽവരി ക്രൂശിൽ അവൻ ജീവൻ വെടിഞ്ഞ് ആ ജീവൻ ദൈവസന്നിധിയിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അവൻ താഴോട്ട് ആത്മാവോടുകൂടെ ചെന്ന് അവിടെയുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ മരണത്തിന് വിജയമില്ല, മരണത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ, യേശുവിന് പിശാചിന് മരണം കൊണ്ടുവരാൻ പോലും അല്ലെങ്കിൽ ആ തലത്തിൽ പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ പഠിപ്പിക്കും, ഇദ്ദേഹം പറയുമോ അല്ലല്ല, ആത്മാവിനെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ
നിങ്ങൾ ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ എത്രത്തോളം അപകടകരമാണെന്ന്. ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ പഠനം ഞാൻ കേൾക്കുന്നത് പിശാച് വീണ്ടും ആയുധങ്ങൾ ധരിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ കൃത്യമായി യേശുവിൻ്റെ കാൽവരി ക്രൂശിനെതിരെയാണ് പറയുന്നത്. അതായത് യേശുവിൻ്റെ കാൽവരി ക്രൂശ് ഒരു ഗുണവുമില്ല, മനുഷ്യന് ഒരു പ്രയോജനവും ചെയ്തില്ല. അന്ന് യേശുവിൻ്റെ കാൽവരി ക്രൂശ് കൊണ്ട് പിശാചിനെ നിരായുധമാക്കി. പക്ഷെ പിശാച് അത് വീണ്ടും ആ ആയുധങ്ങളൊക്കെ തിരിച്ചുണ്ടാക്കി എന്ന് പറയുമ്പോൾ ക്രൂശിനെ അവഹേളിക്കുക. ഇതാ ദൈവത്തെ വീണ്ടും അവഹേളിക്കുക. ദൈവത്തെ പിശാച് മുകളിലും ദൈവം താഴെയും നിൽക്കുന്ന തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ഇദ്ദേഹത്തിൻ്റെ പഠിപ്പീലുകളും പോകുന്നത്. അതുകൊണ്ട് തിരിച്ചറിയണം ആരാണ് ഇദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ഏത് ഫോളൻ ഏഞ്ചൽ ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അധികാരവും ശക്തിയും ശിഷ്യന്മാർക്ക് യേശു കൊടുത്തു. അപ്പോൾ പറയാ, ഈ യേശുവിൻ്റെ ഈ അധികാരം കൊടുത്തവൻ്റെ ആത്മാവിൻ്റെ മേൽ പിശാച് ശക്തമായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിരോധാഭാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് സാധാ മനുഷ്യരായ പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒക്കെ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു. ആ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തപ്പോൾ ഇദ്ദേഹം പറയോ, അങ്ങനെയൊന്നുമില്ല, പിശാചുക്കളുടെ മേൽ ഇപ്പോൾ യേശുവിൻ്റെ ആത്മാവിന് പോലും അധികാരമില്ല. യേശുവിൻ്റെ ആത്മാവിൻ്റെ അധികാരം പോലും ദൈവ പിശാചിൻ്റെ കയ്യിലാണ്. അവൻ താഴെ കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ളൊരു അധികാരം ഇവൻ്റെ കയ്യിലുണ്ട് എന്ന തരത്തിലാണ് ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. വീണ്ടും നമ്മൾ താഴോട്ട് അടുത്തൊരു വചനം കൂടി പരിശോധിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ശ്രദ്ധിക്കണേ, ഇത് സാത്താനെ കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശു വ്യക്തമായിട്ട് പറയുകയാണ്, പിശാചിന് എൻ്റെ മേൽ ഒരു അധികാരവും ഇല്ല. യേശു പഠിപ്പിച്ച പഠിപ്പിക്കലിനെതിരെ അദ്ദേഹം പറയുന്നത് പിശാച് യേശുവിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇവിടെ വ്യക്തമായി യേശു തന്നെ പറയുകയാണ്, ലോകത്തിൻ്റെ അധികാരി വരുന്നു, എന്നാൽ അവൻ എൻ്റെ മേലൊരു അധികാരവും ഇല്ല, എന്നെ ഒന്നും ചെയ്യാൻ അവന് സാധിക്കത്തില്ല എന്ന് യേശു പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അങ്ങനെയല്ല, ഇതാ പിശാച് കൊണ്ടുപോയി പീഡിപ്പിച്ചു. പ്രിയമുള്ളവർ, ഒത്തിരി വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് സമയമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വീണ്ടും അടുത്ത വചനത്തിലേക്ക് ഇദ്ദേഹം പറഞ്ഞ ഫോൾസ് ടീച്ചിങ്ങുകളുടെ വലിയ അപകടം മനസ്സിലാക്കാൻ വേണ്ടി കൊളോസോസിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. ശ്രദ്ധിക്കണേ, പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷമല്ല അവഹേളന പാത്രമാക്കിയതായിട്ട് പൗലോസ് പറയുന്നത്. പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം താക്കോല് ലഭിച്ചപ്പോൾ അധികാരം ലഭിച്ചു എന്നല്ല അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്. അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യം വ്യക്തമാണ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. എവിടെ? അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. പരസ്യമായ അവഹേളന പാത്രമായി നിൽക്കുന്ന സാത്താന് പുതിയ തലത്തിൽ ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കുക വിശ്വാസികളുടെ ഇടയിൽ. ഇദ്ദേഹം ആടുകളെ വഴിതെറ്റിക്കുന്ന ചെന്നായുടെ രൂപത്തിലാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. ആട്ടിൻ തോലിട്ട ചെന്നായി, അതേ ഇദ്ദേഹത്തിന് വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം ഇവിടെ നിൽക്കുമ്പോൾ, പിശാച് അവഹേളന പാത്രമായി നിൽക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അത് ആ ക്രൂശ് നിഷ്പ്രഭമായി, അത് ഒന്നും സാധിച്ചില്ല, പകരം വീണ്ടും താഴെ കൊണ്ടുപോയി പിശാച് യേശുവിനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുക. ദൈവത്വത്തിനെതിരെയാണ് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ അധികാരത്തിനെതിരെയാണ് സംസാരിക്കുന്നത്, ക്രൂശിനെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്തരം പഠിപ്പിക്കൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തു വെച്ച് സംസാരിക്കുന്നത്. ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ആടുകളെ വഴിതെറ്റിക്കുന്ന ഒരു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ ആടുകളെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ദാവീദിനെ പോലെ ഒരു ചെന്നായി വന്നാലും സിംഹം വന്നാലും ഞങ്ങളുടെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ചും ആ ആടുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. വീണ്ടും ശ്രദ്ധിക്കണേ, ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ അപേക്ഷിക്കുക, പിശാച് സാത്താൻ അപേക്ഷിക്കുക, എന്നെ പീഡിപ്പിക്കില്ലേന്ന്. യേശുവിൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറയുക, അയ്യോ യേശുവേ, എന്നെ പീഡിപ്പിക്കല്ലേ എന്ന് പറയുക. ഇദ്ദേഹം പറഞ്ഞ എന്താണ്? യേശുവിൻ്റെ ആത്മാവിനെ സാത്താൻ കൊണ്ടുപോയി
താഴെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എന്ത് വിരോധാഭാസമാണ്. വീണ്ടും മത്തായി സുവിശേഷം 8:29 വായിക്കുമ്പോൾ, അവൻ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? യഥാർത്ഥത്തിൽ സാത്താൻ യേശുവിൻ്റെ ആത്മാവിനെ പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ സാത്താൻ പോലും ഇങ്ങനെ അന്താളിച്ചിരുന്നുണ്ടോ? ഇതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പോലും ഇങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നുണ്ടാവും. ഇദ്ദേഹം കുറച്ച് കിരീടത്തിനെ കുറിച്ചും മോതിരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ കിരീടവും മോതിരവും യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇത്രയും അധികം സാത്താനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരാൾക്ക് കിരീടം കൊടുത്തില്ലെങ്കിൽ, സാത്താൻ അവൻ്റെ കിരീടം കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, സ്വാഭാവികമാണ്. ഇനി താഴോട്ട് നമ്മൾ വീണ്ടും അപ്പസ്തോലനായ പത്രോസിൻ്റെ ഒരു പഠിപ്പിക്കൽ, അപ്പസ്തോലിക ഉപദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 പത്രോസിന്റെ 2-ാം അധ്യായം 24-ാം വാക്യം, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അതായത് ക്രൂശാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ക്രൂശാണ് എന്നെ വീണ്ടെടുത്തതെന്ന് കൃത്യമായിട്ട് അപ്പസ്തോലൻ പഠിപ്പിക്കുക. വീണ്ടും പത്രോസ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടി നീതിമാന്റെ മരണമായിരുന്നു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട്. ശ്രദ്ധിക്കണം, ശരീരത്തിൽ യേശു മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോടുകൂടെ ചെന്നവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോൾ യേശു ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, അപ്പസ്തോലൻ ആത്മാവിൽ ജീവൻ പ്രാപിച്ചതിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇതാ ശരീരത്തിൽ മരിച്ചു, ആത്മാവിൽ പാതാളത്തിൽ കൊണ്ടുപോയി പിശാച് ടോർമെന്റ് ചെയ്തു എന്ന രീതിയിലാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. വീണ്ടും 1 പത്രോസ് 4:6 ശ്രദ്ധിക്കുമ്പോൾ, എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. ശ്രദ്ധിക്കണം, ഈ വാക്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരീരത്തിൽ മനുഷ്യരെ പോലെ പീഡിപ്പിക്കപ്പെട്ടു. ഇവിടെ നമുക്കറിയാം, പ്രധാന പുരോഹിതന്മാരും പടയാളികളും ഒക്കെ യേശുവിനെ പീഡിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അസൂയ നിമിത്തം യേശുവിനെ പീഡിപ്പിക്കുന്നു, യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നു. പക്ഷെ ഇത് സംഭവിക്കുമ്പോൾ ശരീരത്തിൽ പീഡ ഏറ്റുവെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടി, ഇത് മനുഷ്യര് ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ ക്രൂശിൽ മരിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ ഇദ്ദേഹം പറയാണ്, ഇതേ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനെ എന്ത് ചെയ്തു? പിശാച് പോയി പീഡിപ്പിച്ചു, നശിപ്പിച്ചു. ഇത് പറയുമ്പോൾ ഒരു ഓർമ്മ വരുന്ന ഒരു തമാശ, സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു തമാശയുണ്ട്. അപ്പം അദ്ദേഹം ഈ ഡിവലിസ്റ്റിക് തോട്ടിനെ കുറിച്ച് എതിർത്ത് പറയുന്ന ഒരു ശക്തമായ ഒരു കമന്റ് അദ്ദേഹത്തിന്റെ ദ കൺഫെഷൻ എന്ന ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചില ആളുകളുടെ ചിന്താഗതി, ദൈവം ഇപ്പുറത്ത് നിന്ന് പിശാചുമായി ഇങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി കാലത്ത് എഴുന്നേൽക്കുന്നു, പിശാചുമായി ഇന്ന് യുദ്ധം ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് ദൈവം ഇപ്പുറത്തോട്ട് പോകുന്നു, പിശാച് ക്ഷീണിച്ചിരിക്കുന്നു, വീണ്ടും അടുത്ത ദിവസം യുദ്ധം തുടങ്ങുന്നു. ഇങ്ങനെ ഡെയിലി എവറി ടൈം ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെന്നാണ് ഈ ഡിവലിസ്റ്റിക് തോട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് സെയിന്റ് അഗസ്റ്റിനോട് സംശയം ചോദിക്കുക, ഇപ്പോൾ ദൈവം അവൻ സർവശക്തൻ, സർവാധികാരി, സർവത്തിനെയും അധിപനായിട്ടുള്ളവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, ആ ദൈവം ഒരു ദിവസം വിചാരിക്കണം, ഇന്ന് ഒരു സുഖമില്ല, ഒരു ഉഷാറില്ല, ഒരു ഉണർവില്ല, അതുകൊണ്ട് ഇന്ന് ഞാനില്ല, ഇന്ന് യുദ്ധം ചെയ്യുന്നില്ല എന്ന് കരുതി ദൈവം ഒരു ദിവസം യുദ്ധം ചെയ്യല്ല എന്ന് വിചാരിച്ച് പുറകോട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു കൗതുകം എന്ന രീതിയിൽ അദ്ദേഹം അത് പറയുന്നത്. പിശാചിന് ദൈവത്തെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എന്തെങ്കിലും ഒന്ന് തൊടാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു നുള്ള്, ഒരു അല്പം ഒരു വ്യതിചലനം നടത്താൻ പിശാചിന് സാധിക്കും? പിശാചിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ ദൈവമല്ല എന്നാണ് നീ പറയുന്നത്. ഇനി പിശാചിന് സാധിക്കുന്നില്ല എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ പിന്നെ എന്തിനാ ദൈവം ഈ എല്ലാ ദിവസവും കാലത്തൊടങ്ങി വൈകുന്നേരം വരെ ഈ പിശാചിനോട് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ഈ ഡ്യുവലിസ്റ്റിക് തോട്ട് തന്നെ വളരെ വിഡ്ഢിത്തമല്ലേ എന്ന രീതിയിൽ സെയിന്റ് അഗസ്റ്റിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ ഒരു പ്രവണതയെ, അതായത് സാത്താൻ കൊണ്ടുപോയി ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ചിന്താഗതികളാണ് ഇദ്ദേഹം ലോകത്തിന് മുൻപിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവർ, ഇത്രയും വചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹം പഠിപ്പിച്ചത് ദൈവവചനത്തിൻ്റെ. ഇദ്ദേഹം തന്നെ 4 ഫൗണ്ടേഷൻ ഇട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ, 4 ഫൗണ്ടേഷൻ എല്ലാ ആത്മീയ അനുഭവങ്ങളും
അത് വചനത്തിൽ നിന്നുമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിയണം. പ്രവാചകന്മാരും ന്യൂ ടെസ്റ്റ്മെന്റിലെ അപ്പസ്തോലന്മാരും യേശുവും പഠിപ്പിച്ചതിന് വിപരീതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കരുത്. എല്ലാ മെസ്സേജും ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരിക്കണം. അതല്ലെങ്കിൽ അതും തിന്മയിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ, ഇമ്മ്യൂട്ടബിൾ ആ സ്വഭാവത്തിന് എതിരായിരിക്കരുത്. ഈ 4 സംഭവത്തെയും ഇദ്ദേഹം ഇട്ട 4 ഫൗണ്ടേഷനെയും വയലേറ്റ് ചെയ്യുന്നതാണ് ഇദ്ദേഹം പഠിപ്പിച്ച അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്ന ഈ ഒരു വെളിപ്പാട് എന്നുള്ളത് ഇത്രയും വചനത്തിലൂടെ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കണേ, ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ ചില തള്ളുകളെ കുറിച്ച് നമ്മളൊന്ന് കേട്ട് മുന്നോട്ട് പോവുക. അതായത് സ്വയം ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ചില തള്ളുകളെ കുറിച്ചും കൂടി നമ്മളൊന്ന് കേട്ടിട്ട്. 7 കവാടങ്ങളുണ്ട് നരകത്തിന്. ആ 7 കവാടങ്ങൾക്കും താക്കോലുകളുണ്ട്. ആ താക്കോൽ ഇരിക്കുന്നത് ആടുകയിലാണ്, ഈ ഗാർഡിയൻ ഓഫ് ഹെല്ലിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതായത് നരകത്തിന് 7 കവാടമുണ്ട്. 7 കവാടത്തിന് താക്കോലിരിക്കുന്നത് ഗാർഡിയൻ ഓഫ് ഹെല്ലിൻ്റെ, ഫോളൻ ഏഞ്ചലിൻ്റെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്. അപ്പോൾ ഇവർ മച്ചാനും അതായത് സ്വർഗത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും ഒക്കെ ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്? ആരുടെ കയ്യിലാണ്? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിൻ്റെ ആ പഠിപ്പിക്കൽ. യേശു ഈ പാതാളത്തിൽ പോയി ടോർമെന്റ് ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ 3 താക്കോലും വാങ്ങാനാണെന്ന് ഇദ്ദേഹം ആദ്യം പറഞ്ഞു. ഓ ലോർഡ് ജീസസ്, ആലോചിക്കുക, സാത്താനും അവൻ്റെ കംപ്ലീറ്റ് ദുരാത്മാക്കളും യേശുവിനെ ഭൂമിയുടെ അധോഭാഗങ്ങൾ ഹി വാസ് ടോർമെന്റഡ് ഫസ്റ്റ്. ഇനി ശ്രദ്ധിച്ച്, അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? ദാറ്റ് വാസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ആ ടോർമെന്റ് വാസ് ദെയർ. അതിനുശേഷം യേശു കർത്താവ് ദൈവപുത്രൻ എന്ന ശക്തിയിൽ വെളിപ്പെട്ട് സാത്താൻ്റെ കയ്യിൽ നിന്നാണ് നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് കൈവശമാക്കി. ഓ ലോർഡ് ജീസസ്, എല്ലാ മക്കൾക്കും ഈ താക്കോല് കൈവശമാക്കിയ കഥ മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. വെളിപ്പാട് 1 അധ്യായത്തിന് 18 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് എൻ്റെ ഇരിക്കുന്നു. ആ കഥയെ ദൈവമക്കൾക്ക് അറിയത്തുള്ളൂ. പക്ഷേ അതിന് മുമ്പ് യേശുവിന് സംഭവിച്ചെന്താണ്? സാത്താനും അവൻ്റെ കിങ്ഡത്തിലെ എല്ലാ ദുരാത്മാക്കളും, കോടാനുകോടി ദുരാത്മാക്കൾ യേശുവിനെ ടോർമെന്റ് ചെയ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച്. യേശു ഈ പാതാളത്തിൽ പോയി ടോർമെന്റ് ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ 3 താക്കോലും വാങ്ങാനാണെന്ന് ഇദ്ദേഹം ആദ്യം പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ താക്കോലിരിക്കുന്ന ആരുടെ കയ്യിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. ആരുടെ കയ്യിലാണ് ഇപ്പോഴും ആ താക്കോലിരിക്കുന്നത്? കാൽവരി ക്രൂശിന് ശേഷം 7 കവാടങ്ങളുണ്ട് നരകത്തിന്. ആ 7 കവാടങ്ങൾക്കും താക്കോലുകളുണ്ട്. ആ താക്കോൽ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? ഈ ഗാർഡിയൻ ഓഫ് ഹെല്ലിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. വണ്ടർഫുൾ ജീസസ്. ഇനി ഞാൻ ഈ ഗാർഡിയൻ ഓഫ് ഹെൽ എന്ന് പറയുന്ന ആ ഫോളൻ ഏഞ്ചലുമായിട്ട് 2022 അപ്പോൾ ഗാർഡിയൻ ഓഫ് ഹെല്ലിൻ്റെ ഫോളൻ ഏഞ്ചലുമായി ഇദ്ദേഹത്തിന് ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇപ്പോഴും താക്കോൽ. അപ്പോൾ യേശു ഏത് താക്കോലാണ്? 3 താക്കോല് പാതാളത്തിൽ പോയി കഷ്ടപ്പെട്ട് താക്കോല് വാങ്ങിച്ചു എന്നാണ് ഇദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോൾ വീണ്ടും താഴെ ചെല്ലുമ്പോൾ പിന്നെയും താക്കോല് ഗാർഡിയൻ ഓഫ് ഹെല്ലിൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പഠിപ്പിക്കൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് താഴോട്ട് കേൾക്കാം. അപ്പോൾ അന്ന് ഉണ്ടായ ചില അനുഭവങ്ങളൊന്ന് ഓടിച്ചു പറയട്ടെ ഞാൻ. ചിലർക്ക് അത് അനുഗ്രഹമാകും. അനേകം ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ശുശ്രൂഷകരായിട്ടുള്ള ആൾക്കാരുണ്ട്, ആത്മീയ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ ഉപകാരമാകും. ഇനി ഡെലിവറൻസ് ശുശ്രൂഷകർക്ക് ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ട് വേണം ഇനി ഡെലിവറൻസ് ശുശ്രൂഷ നടത്താൻ. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് വേഗം ഷെയർ ചെയ്താട്ടെ. കാരണം യു വിൽ നോട്ട് ഗെറ്റ് ദീസ് ഇൻഫർമേഷൻ ഔട്ട്സൈഡ്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുറത്ത് കിട്ടത്തില്ല, ആരും പങ്കുവെക്കാറില്ല. അതായത് നിങ്ങളിത് ഷെയർ ചെയ്യണം. ഈ പഠിപ്പിക്കൽ നിങ്ങൾക്ക് പുറത്ത് കിട്ടത്തില്ല. ഇത് വലിയ പാടാണ്. കാരണം പുറത്ത് കിട്ടത്തില്ല. ഒരിക്കലും നമുക്ക് പുറത്ത് കിട്ടാത്ത ഒരു വലിയ പഠിപ്പിക്കലാണ് ഇദ്ദേഹം തരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ അത് കിട്ടൂ. ഗാർഡിയൻ ഓഫ് ഹെൽ എന്ന് പറയുന്ന ആ സ്പിരിറ്റ് ഹൂ എന്ന് ഊതിയാൽ നീ 100 പീസായി നീ കിടക്കും, ചത്തുപോകും, മരിച്ചു പോകും. കാരണം ഇറ്റ്സ് എ വെരി ഹ്യൂജ് ആൻഡ് പവർഫുൾ സ്പിരിറ്റ്. ഇദ്ദേഹം ആരെയാണ് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടു. ഗാർഡിയൻ ഓഫ് ഹെൽ, ആ ഫോളൻ ഏഞ്ചൽ, അത് ഭയങ്കര ഹ്യൂജ് ആണ്, അത് ഭയങ്കര വലുതാണ്. ഒറ്റ ഊതിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ 100 പീസായി തെറിച്ച് തകർന്നു പോകും. യേശു പത്രോസിന് അധികാരം കൊടുത്തു, ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. ഈ ശിഷ്യന്മാർ പോയി പിശാചുക്കള് സ്വർഗത്തിൽ നിന്ന് നിബദിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ യേശുവിൻ്റെ അടുത്തോട്ട് തിരിച്ചു വന്നത്. വീണ്ടും മർക്കോസ് സുവിശേഷം 16 അധ്യായത്തിൽ പറയുക, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അപ്പം ഇദ്ദേഹം പറയുക, അതെ ഇവനൊരൊറ്റ ഊതിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ 100 പീസാവും. ആരെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ദൈവത്തിൻ്റെ കിങ്ഡവും സാത്താൻ്റെ കിങ്ഡവും പരസ്പരം ഓണർ ചെയ്യുന്ന റൂൾസ് ആണ് ഇതെല്ലാം. ദർ ആർ പ്രോട്ടോകോൾസ്. നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ വിളിക്കുമ്പം വരാനിരിക്കുന്ന ആളല്ല. ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ കിങ്ഡവും സാത്താൻ്റെ കിങ്ഡവും പരസ്പരം ഓണർ ചെയ്യുന്നു. ഈ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം.
ദൈവത്തിൻ്റെ കിങ്ഡവും സാത്താൻ്റെ കിങ്ഡവും പരസ്പരം ഓണർ ചെയ്യുന്നു. ഞാൻ നേരത്തെ സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇത് ഏതിലേക്കാണ്? അതായത് ഈ ഡ്യുവലിസ്റ്റിക് തോട്ടിനേക്കാളും മോശപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇദ്ദേഹം ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖല നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ട് കിങ്ഡവും പരസ്പരം ഓണർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് അപകടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ തള്ളു നിങ്ങൾ ശ്രദ്ധിക്കണം. ഏഞ്ചൽ മൈക്കിളിനെ കുറിച്ച് പിന്നെ പറയാം. ഏഞ്ചൽ മൈക്കിൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് ഇദ്ദേഹം പറയുകയാണ്. പ്രോട്ടോകോൾസ് നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ വിളിക്കുമ്പം വരാനിരിക്കുന്ന ആളല്ല ഏഞ്ചൽ മൈക്കിൾ. നൗ എൻ്റെ സ്പിരിച്വൽ റാങ്ക് പ്രകാരം എനി മൊമെൻറ്റ് ഐ ക്യാൻ ആക്ടിവേറ്റ് ഏഞ്ചൽ ബിക്കോസ് ഓഫ് സർട്ടൻ സ്പെഷ്യൽ പെർമിഷൻസ്. ഓക്കെ, എല്ലാ ശുശ്രൂഷകളിലുമല്ല. വെനെവർ ഐ നീഡ് ഐ നോ ഹൗ ടു ആക്ടിവേറ്റ് ഏഞ്ചൽ മൈക്കിൾ. ഓക്കെ, അതായത് നിങ്ങൾ വിളിച്ച അങ്ങനെ ഓടി വരാനിരിക്കുന്ന ഒരാളല്ല ഏഞ്ചൽ മൈക്കിൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റാങ്കിങ് പ്രകാരം എനി ടൈം ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ ഏഞ്ചൽ മൈക്കിൾ ഓടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ റാങ്ക് അത്രത്തോളം ഉയർന്നു നിൽക്കുന്നത്. ഈ പഠിപ്പിക്കൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഈ റാങ്കിങ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും ഒരേ തട്ടിലല്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്തോ ഈ ഉള്ള സമയത്ത്. എന്നെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചാൽ പോലും കിട്ടത്തില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഏത് തലത്താണെന്ന് അറിയത്തില്ലല്ലോ. അതൊന്നുകൂടി കേൾക്കാം. അതായത് എന്നെ കാണാൻ പറ്റത്തില്ല, ഞാൻ ഏത് തലത്തിലാന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത തരം. നമ്മളെല്ലാവരും ഒരേ തട്ടിലല്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്തോ ഈ ഉള്ള സമയത്ത്. എന്നെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചാൽ പോലും കിട്ടത്തില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഏത് തലത്താണെന്ന് അറിയത്തില്ലല്ലോ. പിടിച്ചാൽ കിട്ടത്തില്ല. ഇത് ഇങ്ങനെ പോയാൽ നമുക്ക് പിടിച്ചാൽ ഒരു രീതിയിൽ കിട്ടത്തില്ല. കാരണം ഇത് ഏത് തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തായാലും നല്ലൊരു ടോപ്പിക്കിന് ശേഷം നിങ്ങളത് ചിരിപ്പിക്കാൻ സാധിച്ചില്ല, എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത്തരം തള്ളു കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ചിരിച്ചു പോകും. കാരണം പുള്ളിനെ പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങേയറ്റം വരെ പോകും. മാത്രമല്ല ആളൊന്നും വിരൽ ഞൊടിച്ചാൽ ഓടി വരുന്നവനാണ് ഏഞ്ചൽ മൈക്കിൾ. പക്ഷെ നിങ്ങൾ വിളിച്ചാലൊന്നും വരത്തില്ല. അദ്ദേഹത്തിൻ്റെ റാങ്കിങ് അത്ര ഹെവി ലെവലിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് റാങ്കിങ് സിസ്റ്റം അത്ര ഹെവി ആയതുകൊണ്ടാണ് വരുന്നത്. ചിലർ കമൻറ്റ് ചെയ്യുന്ന പോലെ പരസ്പരം തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെ കണ്ടിട്ട് അസൂയ കൊണ്ട് പറയുന്നൊന്നുമല്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇട്ട 4 ഫൗണ്ടേഷനെ തന്നെ പൊട്ടിച്ചുകൊണ്ട് അതിനെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് വളരെ ക്രൂക്കഡായി സ്പിരിറ്റ് ഇദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നത്, ആടുകളെ വഴിതെറ്റിക്കുന്നത് കണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത് ഒരു ഉദ്യമമായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. ഈ അവസാന കാലത്ത് ഇത്തരം തെറ്റായ പഠിപ്പിക്കലുകൾ ദൈവവചനത്തിൽ നിന്നും യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ നമുക്ക് നൽകിയ രക്ഷയിൽ നിന്നും നമ്മളെ അകറ്റി വർഷങ്ങളോളം നമ്മളെ നശിപ്പിക്കുന്ന ചില പഠിപ്പിക്കലാണ് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരം പഠിപ്പിക്കലുകൾക്കെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. ദൈവവചനത്തെ ഇതുപോലെ പുറങ്കാലിനടിക്കുന്ന ആളുകളുടെ പിണയാളുകളാകാതെ നിങ്ങൾ സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.